ഹായ്, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 174 കൊടുത്തിരിക്കുന്ന 3 ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ആണ്. അപ്പോൾ നേരെ ചോദ്യത്തിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് പറയുന്നത്? ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈയിങ് ഈച്ച് ഓഫ് ദ ഇക്വേഷൻസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ഇക്വേഷനിലും എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? അപ്പോൾ 4 ഇക്വേഷൻസാണ് കൊടുത്തത്. ഒന്ന് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 5, 2 മോഡ് എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു 2, 3 മോഡ് എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 3, പിന്നെ മോഡ് എക്സ് പ്ലസ് 4 എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 3. അങ്ങനെ 4 ഇക്വേഷൻസ് ഉണ്ട്. ഓരോന്ന് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. നേരെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നുള്ളൂ, മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 5. ഇത് വളരെ എളുപ്പമാണ്. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 5 കിട്ടണം. എടാ, ഈ മോഡിൻ്റെ ഉള്ളിൽ ഏതോ ഒരു നമ്പർ എഴുതിയാലും നമുക്ക് എന്ത് കിട്ടണം? 5 എന്ന് ആൻസർ കിട്ടണം. ആരും എഴുതാൻ പറ്റുക? 5 തന്നെയല്ല എഴുതാൻ പറ്റുമെന്ന്. പിന്നെയോ മോഡ് -5 എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ് ആൻസർ കിട്ടുക? 5 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ എക്സിന് പറ്റുന്ന വാല്യൂസ് ആയിരിക്കുക. എക്സ് ഒന്നെങ്കിൽ 5 ആയിരിക്കണം, ഓർ എക്സിന് വേറെ ആരെ പറ്റും? എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? -5 ആയിരിക്കണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ ആരാണ്? -5. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് മോഡ് എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു 2 എന്നാണ് പറയുന്നത്. നോക്കാം. മോഡ് എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു 2 എങ്ങനെ ചെയ്യാം നോക്കിക്കേ. മോഡ് എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 3. നോക്കുക, എക്സും 3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? മോഡ് എക്സ് മൈനസ് 3. അത് എത്രയായിരിക്കണം എന്നാണ് പറഞ്ഞത്? 2. നമ്മൾ എന്ത് വരയ്ക്കും? നമ്പർ ലൈൻ വരയ്ക്കും. അതിൽ ആരെ മാർക്ക് ചെയ്യും? 3നെ മാർക്ക് ചെയ്യും. എവിടുന്നാണ് 3 വന്ന്? ഇതാ ഈ 3, അല്ലെങ്കിൽ താഴെ കാണുന്ന 3. ആ 3നെ അങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇനി ഡിസ്റ്റൻസ് നോക്കും. ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എക്സിന് 2 വാല്യൂസാണ് പറ്റുക. ഒന്ന് 3 റൈറ്റ് സൈഡിലേക്ക് 2 എന്ന് പറഞ്ഞാൽ +2. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ 3 + 2 എന്ന് വരും. 3 + 2 എത്രയാണ്? 5. ഇനി അതല്ലെങ്കിലോ ലെഫ്റ്റ് സൈഡിലേക്ക് 2 എന്ന് വെച്ചാൽ -2. 3 - 2 എത്രയാണ്? 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 3 + 2 വരാം. 3 + 2 എത്രയാണ്? 5. ഓർ എക്സ് ആരും വരാം? എക്സ് ഇസ് ഈക്വൽ ടു 3 - 2 വരാം. 3 - 2 വരാം 1. അപ്പോൾ എക്സിന് 2 വാല്യൂസാണുള്ളത്. ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5, സെക്കൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, മോഡ് എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു എത്രയാണ്? 3. മോഡ് എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3 എന്നുള്ള ആൻസർ കിട്ടണം. മീനിങ് നോക്കി. മോഡ് എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2. എക്സും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് എത്ര വേണം? 3 വേണം. നമ്പർ ലൈൻ വരയ്ക്കുന്നു. 2 മാർക്ക് ചെയ്യുന്നു. 2 എവിടെയുള്ളത്? ഇതാ ഇവിടെയുള്ളത്. ഈ 2നെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി. എക്സും 2ഉം തമ്മിലുള്ള എത്രയാണ്? 3 ആണ്. ആ 3നെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ +3. 2 + 3 എന്ന് വരും. 2 + 3. 2 + 3 എത്രയാണ്? 5. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ -2. 2 - 2 എന്ന് വരും. 2 - 2 എത്രയാണ്? 0. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസാണ്. 2 അല്ല, 3 യൂണിറ്റ് അല്ലേ. അപ്പം ഇവിടേക്ക് -3 എന്ന് വരും. 2 - 3 എന്ന് വരും. 2 - 3 എത്ര വരിക? 2 - 3 = -1. എഴുതിയപ്പം ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ +3, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ എന്താണ്? -3. അപ്പോൾ എക്സിന് 2 വാല്യൂസാണ് വരിക. ആദ്യത്തെ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 2 + 3 എത്രയാണ്? 5. ഓർ അതല്ലെങ്കിലോ എക്സ് ഇസ് ഈക്വൽ ടു 2 - 3. 2 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1. അപ്പോൾ എക്സിന് 2 വാല്യൂസാണ് പോസിബിൾ. ഒന്ന് 5, അതല്ലെങ്കിലോ -5. അപ്പോൾ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നേരെ നാലാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക്. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, മോഡ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 3. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മീനിങ് നോക്കും. മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് -2 ആണ്. മക്കളെ ശ്രദ്ധിക്കണം, ഇവിടെ പ്ലസ് വന്നുകൊണ്ട് ഇവിടെ ആരാണ്? -2 ആണ്. അതെങ്ങനെയാണ് അങ്ങനെ വന്നു? ഈ മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മോഡ് എക്സ് മൈനസ് -2 ആണ്. അപ്പോൾ മോഡ് എക്സ് മൈനസ് -2 ആണ് ഇവിടെ ആക്ച്വലി എന്തെന്ന് കിട്ടിയ? 3 എന്ന് കിട്ടിയ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് -2 ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 3. നമ്മൾ നേരെ നമ്പർ ലൈൻ വരയ്ക്കും. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യേണ്ട നമ്പർ ശ്രദ്ധിക്കണേ. 2 അല്ല, ആരാണ്? -2 ആണ്. ഇനി എത്ര ഡിസ്റ്റൻസ്? 3 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ +3. -2 + 3 എന്ന് വരും. -2 + 3 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? 3 - 2 ആണ്. 3 - 2 എത്രയാണ്? 1 ആണ്. അപ്പോൾ എക്സിന് കിട്ടുന്ന വാല്യൂ എന്താണ്? 1 ആണ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിലോ അങ്ങോട്ടാകുമ്പോൾ +ആണ്, ഇപ്പുറത്തേക്ക് ആകുമ്പോൾ എന്താ? -3. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്താ?
-2 -3 -3 എങ്ങനെയാണ് ചെയ്യുക? ആദ്യം 2 നമ്പർ കൂട്ടുക, 3ഉം 2ഉം കൂട്ടി 5, എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -5. അപ്പോൾ എക്സിന് 2 വാല്യൂസാണ് പോസിബിൾ ഉള്ളത്. ആദ്യത്തെ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു -2 + 3 ചെയ്തപ്പം കിട്ടിയ 1 എന്ന് പറഞ്ഞ വാല്യൂ, ഓർ അതല്ലെങ്കിലോ എക്സ് ഇസ് ഈക്വൽ ടു -2 -3 എന്ന് പറഞ്ഞിട്ട് കിട്ടിയ വാല്യൂ, അത് എത്ര കിട്ടുക? -5 എന്നാണ് കിട്ടുക. അപ്പം ആദ്യത്തെ ചോദ്യത്തിൻ്റെ 4 സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം എങ്ങനെയാണ് പറയുന്നത്? ഫൈൻഡ് ബിറ്റ്വീൻ വിച്ച് നമ്പേഴ്സ് എക്സ് ഷുഡ് ലൈ ടു സാറ്റിസ്ഫൈ ഈച്ച് ഓഫ് ദ ഇക്വേഷൻസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റീസ് ഉണ്ടല്ലേ, അതിലൊക്കെ എക്സ് എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ ഉണ്ട് എക്സ് ആരുടെയൊക്കെ ഇടയിലായിട്ട് വരാം, എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ഇടയിലായിട്ടാണ് വരിക എന്നാണ് ചോദിച്ചത്. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓരോന്നേശമായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? mod x < 3 എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. mod x < 3. mod x എന്തിനേക്കാൾ കുറവായിരിക്കണം? 3യേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? ആദ്യം ഇതിൻ്റെ മീനിങ് നോക്കും. mod x എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് എന്ന് നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്താൽ. mod x എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 0. എക്സും 0യും തമ്മിൽ നമ്പർ ലൈനിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? mod x എന്ന് പറയാം. അതെന്താണെന്ന് പറഞ്ഞാൽ <3. ഇത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. അത് 3നേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ലൈൻ വരച്ച് നോക്കും. ഇതാണ് നമ്പർ ലൈൻ. അതിൽ 0നെ മാർക്ക് ചെയ്യും. 0നെ മാർക്ക് ചെയ്താൽ ഡിസ്റ്റൻസ് 3നേക്കാൾ കുറവായിരിക്കണം എന്നല്ലേ പറഞ്ഞാൽ? 3 ആണല്ലേ. അപ്പോൾ നമ്മൾ 0ന്ന് റൈറ്റ് സൈഡിലേക്ക് 3 യൂണിറ്റ് മാറിയിട്ടുള്ള നമ്പർ നോക്കും. അതാരാ? 0 + 3 എത്ര കിട്ടും? 3. ലെഫ്റ്റ് സൈഡിലേക്ക് 3 യൂണിറ്റ് മാറിയിട്ടുള്ള നമ്പറിനെ നോക്കും. അതാരാ? 0 - 3. 0 - 3 എന്ന് പറഞ്ഞാൽ -3. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്നല്ല പറഞ്ഞത്, ആണ്, കുറവാണ്. എക്സും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 3യേക്കാൾ കുറവായിരിക്കണം. അപ്പം എക്സ് എവിടെയാണ് വരിക? എക്സ് തക്കണ ഈ 3 വരില്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പേഴ്സൊക്കെ വരാം. അതേപോലെ -3 വരില്ല, -3ൻ്റെ തൊട്ട് മുകളിലോട്ടുള്ള നമ്പേഴ്സൊക്കെ വരാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് വരിക? നോക്കിക്കേ, എക്സ് ലൈസ് ബിറ്റ്വീൻ ആരൊക്കെയാണ്? -3 ആൻഡ് 3. -3ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള ഏത് നമ്പർ വേണമെങ്കിലും ആര് വരാം? എക്സ് വരാം. അതെങ്ങനെയാണ് എഴുതുക? -3 < x < 3 എന്ന് എഴുതി വെക്കാം. -3 < x < 3 എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുക. ഇനി നേരെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയണത് ഇങ്ങനെയാണ്. mod x - 2 < 1 എന്നാണ് പറയുന്നത്. എന്താ mod x - 2 എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2. എക്സും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് mod x - 2 എന്ന് പറയുന്നത്. അത് എന്തിനേക്കാൾ കുറവായിരിക്കണം? 1നേക്കാൾ കുറവായിരിക്കണം. വീണ്ടും നമ്പർ ലൈൻ വരച്ചു. ആരെ മാർക്ക് ചെയ്യും? ഈ 2നെ മാർക്ക് ചെയ്യുക. 2 ഇവിടെ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. 2ഉം എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1നേക്കാൾ കുറവായിരിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 1 ഡിസ്റ്റൻസ് വരുന്ന നമ്പർ ഏതാ നോക്കുക. റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ +1. 2 + 1 എത്രയാണ്? 3. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിലോ -1. 2 - 1 എത്രയാണ്? 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ആരൊക്കെ ആയിരിക്കണം? 3 ആവാൻ പറ്റുമോ? പറ്റൂല. കാരണം 1നേക്കാൾ കുറവായിരിക്കണം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. 3 ആണെങ്കിൽ 2ഉം 3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അത് പറ്റൂല. അപ്പോൾ 3നേക്കാൾ തൊട്ട് താഴെയുള്ള നമ്പേഴ്സ് പറ്റും. ഇനിയോ 1 പറ്റുമോ? 1 പറ്റൂല. 1നേക്കാൾ തൊട്ട് മേലുള്ള നമ്പേഴ്സും പറ്റും. അപ്പം എക്സ് ലൈസ് ബിറ്റ്വീൻ എന്താണ്? എക്സ് ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് 3. 1ഉം 3യും തമ്മിലുള്ള 1ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള ഏത് നമ്പേഴ്സായിട്ടും എക്സിന് എടുക്കാം. എങ്ങനെയാണ് എഴുതുക? 1 < x < 3 എന്ന് എഴുതാം. 1 < x < 3 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? ആൻസറായി. അപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. mod x - 1 < 2 എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ മീനിങ് നോക്കും. mod x - 1 എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരൊക്കെയാണ്? എക്സ് ആൻഡ് 1. എക്സും 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് <2 എന്നാണ് പറഞ്ഞത്. 2നേക്കാൾ ചെറുതാവണം. നമ്പർ ലൈൻ വരയ്ക്കുന്നു. ആരെ മാർക്ക് ചെയ്യുന്നു? 1നെ. ഏത് 1? ഇവിടെ കാണുന്ന ഈ 1നെ മാർക്ക് ചെയ്യുന്നു. ഇനി 2 യൂണിറ്റ് റൈറ്റിലേക്ക് മാറിയിട്ട് ആരാ വരിക നോക്കുക. 1 + 2. 1 + 2 ആരാ? 3. 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറിയിട്ട് ആരാ വരിക നോക്കാം. 1 - 2. 1 - 2 ആരാ? 1 - 2. കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? -1 ആയിരിക്കും. എന്തായിരിക്കും ആൻസർ? -1. ഇനി എക്സ് ഏതൊക്കെ വാല്യൂസ് ആവാം? 2 യൂണിറ്റ് < 2 എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ 3നേക്കാൾ ചെറിയ നമ്പേഴ്സ് മൊത്തം
-1 വലിയ നമ്പേഴ്സ് മൊത്തം. അപ്പോൾ എക്സ് ആരുടെയൊക്കെ ഇടയിലാണ് വരിക? എക്സ് ലൈസ് ബിറ്റ്വീൻ ആരൊക്കെയാണ്? -1 ആൻഡ് 3. എക്സ് ആരുടെയൊക്കെ ഇടയിൽ വരും? -1ൻ്റെയും 3ൻ്റെയും ഇടയിൽ വരും. ഓക്കെ ആണല്ലോ? എങ്ങനെ എഴുതുക? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് എഴുതി വെക്കാം. ഓക്കെ, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നേരെ നാലാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക്. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മോഡ് x+1 ലെസ് ദാൻ 2. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ മൈനസ് അല്ല, എന്താണ്? പ്ലസ് ആണ്. പക്ഷെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? മോഡ് എക്സ് -1 ലെസ് ദാൻ 2 എന്നാക്കി എഴുതും അല്ലേ? രണ്ട് മൈനസ് എടുത്തെടുത്ത് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. എന്താണ് ഇതിൻ്റെ മീനിങ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് -1 ആണ്. എക്സും -1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് എത്രയാവണം? 2 യൂണിറ്റിനേക്കാൾ കുറവായിരിക്കണം. ലെസ് ദാൻ 2 എന്നാണ് പറയുന്നത്. നമ്പർ ലൈൻ വരച്ചു. ആരെ മാർക്ക് ചെയ്തു? -1നെ മാർക്ക് ചെയ്തു. ഇനി 2 യൂണിറ്റ് അപ്പുറത്തേക്ക് മാറിയിട്ട് ആരാളുള്ളത് നോക്കി, +2 എന്ന് കൊടുത്തു. ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താണ്? -1 + 2. എന്താ ഈ -1 + 2 എന്ന് പറഞ്ഞാൽ? 2 - 1 ആണ്. 2 - 1 എത്രയാണ്? 1 എന്ന് കിട്ടും. ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ -2 ചെയ്യേണ്ടി വരും. -1 - 2. -1 - 2 എത്രയാണ്? -3 എന്നാണ് ആൻസർ കിട്ടുക. എന്താ ആൻസർ കിട്ടുക? -3. അപ്പോൾ എക്സ് ആയിട്ട് ആരൊക്കെ കൊടുക്കാം? ഈ -3നേക്കാൾ വലിയ നമ്പേഴ്സ്, 1നേക്കാൾ ചെറിയ നമ്പേഴ്സ്. -3ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും ആര് വരിക? എക്സ് വരിക. എക്സ് ലൈസ് ബിറ്റ്വീൻ -3 ആൻഡ് 1. അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. -3നേക്കാൾ വലുതുമായിരിക്കണം, 1നേക്കാൾ ചെറുതുമായിരിക്കണം. എഴുതുക -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണ്. അപ്പം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ 4 സബ് ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയി നോക്കാം. മൂന്നാമത്തെ ചോദ്യം പറയുന്നത് എങ്ങനെയാണ്? ഫൈൻഡ് ദ ഇൻറ്റിജേഴ്സ് സാറ്റിസ്ഫൈയിങ് ഈച്ച് ഓഫ് ദ ഇക്വേഷൻസ് ഇൻ പ്രോബ്ലം 2. പ്രോബ്ലം 2ൽ ഓരോ ഇക്വേഷനിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻറ്റിജേഴ്സ് ആരൊക്കെയാണ്? എന്താ ഈ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ചാപ്റ്ററിൻ്റെ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് വരിക? 0 വരും. 1 2 3 4 എന്ന് പറഞ്ഞ് പോകുന്ന പോസിറ്റീവ് നമ്പേഴ്സ് വരും. 0നേക്കാൾ ചെറിയ -1 -2 -3 എന്ന് പറഞ്ഞു പോകുന്ന നെഗറ്റീവ് നമ്പേഴ്സും വരും. അപ്പം ചോദ്യം നമ്പർ 2ലുള്ള ഓരോ ക്വസ്റ്റ്യനിലും എക്സ് ആരുടെയൊക്കെ ഇടയിലാണ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇടയിൽ വരുന്ന ഇൻറ്റിജേഴ്സ് ആരൊക്കെയാണ്, ഇൻറ്റിജർ വാല്യൂസ് ആരൊക്കെയാണെന്നുള്ളതാണ് 3ൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളതിൽ പ്രോബ്ലം 2ൻ്റെ ആൻസർ ഉണ്ട്, അതിൽ തന്നെ നമുക്ക് പറഞ്ഞു പോവാം. നേരെ ആൻസറിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലേ, മോഡ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എക്സിന് സാധിക്കാവുന്ന വാല്യൂസ് എന്താ പറഞ്ഞാൽ? എക്സ് ലൈസ് ബിറ്റ്വീൻ -3 ആൻഡ് 3 എന്നാണ് നമ്മൾ എഴുതി വെച്ചല്ലേ. അഥവാ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറ്റുന്ന ഇൻറ്റിജർ വാല്യൂസ് ആരൊക്കെയാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തൊരു നമ്പർ ലൈൻ തൽക്കാലം വരയ്ക്കേണ്ടത്. ഇതാണ് നമ്പർ ലൈൻ എന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ? നമ്പർ ലൈൻ അതാണ്. ഇതിൽ ഇവിടെ ഒരു -3 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു -3 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, ഇവിടെ ആരുണ്ട്? 3 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഇതിൻ്റെ ഇടയിലായിരിക്കണം എക്സ് എന്നല്ലേ പറഞ്ഞാൽ. -3 കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? -2 വരും. പിന്നെ ആരാ വരിക? -1 വരും. പിന്നെയോ 0, പിന്നെയോ 1, പിന്നെയോ 2, 3. ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ സെയിം ആട്ടോ. അപ്പം എക്സിന് സാധിക്കാവുന്ന വാല്യൂസ് ആരാ? 3 വരാൻ പറ്റുമോ? പറ്റൂല. -3 വരാൻ പറ്റുമോ? അതും പറ്റൂല. ഈ രണ്ടെണ്ണം പറ്റൂല. ഇവരുടെ ഇടയിലുള്ള ആര് വേണി വരാം. ഇവരുടെ ഇടയിൽ ആരൊക്കെയുള്ളത്? -2, -1, 0, 1, 2. അപ്പം എക്സിന് സാധിക്കാവുന്ന ഇൻറ്റിജർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? എക്സ് = അല്ലെങ്കിൽ എക്സിന് സാധിക്കാവുന്ന ഇൻറ്റിജർ വാല്യൂസ് -2 വരാം, -1 വരാം, 0 വരാം, 1 വരാം, 2 വരാം. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യനിൽ അതാണ് ആൻസർ. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ഇതേ പരിപാടി. മോഡ് x-2 ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞത്. നമുക്ക് എക്സ് ആരുടെയൊക്കെ ഇടയിലാണ് നട കിട്ടിയത്? എക്സ് ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് 3 എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്നാണ് പറഞ്ഞത്. നമ്പർ ലൈൻ ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് നമ്പർ ലൈൻ. ഓക്കെ ആണല്ലോ? ഇതിൽ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സിനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഈ 1നെയും ഈ 3നെയുമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെ 1 ഉണ്ട്, ഇവിടെ ആരുണ്ട്? 3 ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ആരേ വരുള്ളൂ? 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ പിന്നെ 2 എന്ന് പറഞ്ഞ ഒറ്റ നമ്പറല്ലേ ഉള്ളൂ. അപ്പോൾ എക്സിന് ഇവിടെ ആകെ ഒറ്റ നമ്പർ മാത്രമേ പറ്റുള്ളൂ. അതാരാ? 2 എന്ന് പറഞ്ഞ നമ്പറാണ്. എക്സ് = എന്താണ്? 2 എന്ന് പറഞ്ഞ ഇൻറ്റിജർ വാല്യൂ മാത്രമേ പറ്റുള്ളൂ. അതാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ.
ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മോഡ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു അല്ല ലെസ് ദാൻ 2. നോക്കിക്കേടാ, ആൻസറിൽ എന്താ നമുക്ക് കിട്ടിയത്? എക്സ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 3. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്നാണ് പറഞ്ഞത്. എക്സിൻ്റെ വാല്യൂ ആരുടെ ഇടയിലാണ്? -1ൻ്റെയും 3ൻ്റെയും ഇടയിലാണ്. നമ്പർ ലൈൻ വരച്ചു. നമ്പർ ലൈനിൽ ആരാ ഉള്ളത്? ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ആരുണ്ട്? 3 ഉണ്ട് അല്ലേ. -1 കഴിഞ്ഞാൽ എന്താ നമ്പർ വരിക? -1 കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്പർ ഏതാ? 0 കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? 1 കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? 2 കഴിഞ്ഞിട്ടാണ് 3 വരിക. അപ്പം എക്സിന് സാധിക്കാവുന്ന നമ്പർ ഏതൊക്കെയാണ്? 0 വരാം, 1 വരാം, 2 വരാം. അപ്പം എക്സിന് പറ്റുന്ന ഇൻറ്റിജർ വാല്യൂസ് ആരൊക്കെയാടാ? 0, 1, 2. ഈ മൂന്നെണ്ണത്തിൽ ഏത് നമ്പർ വേണമെങ്കിലും എന്ത് വരാം? എക്സിന് പറ്റും. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസറിലേക്ക് നോക്കാം. എന്താ ഫൈനൽ ആൻസർ പറയുന്നത്? എക്സ് ലൈസ് ബിറ്റ്വീൻ -3 ആൻഡ് 1. 1ൻ്റെയും -3ൻ്റെയും ഇടയിലാണ് എക്സ്, അല്ലെങ്കിൽ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണ് പറയുന്നത്. വീണ്ടും ഇവിടെ ഒരു നമ്പർ ലൈൻ വരച്ച് നോക്കാം. നമ്പർ ലൈനിൽ ആരൊക്കെ മാർക്ക് ചെയ്യും നമ്മൾ? ഇവിടെ ഒരു -3 ഉണ്ടെന്ന് വിചാരിക്കുക. ആരാണ്? -3. ഇവിടെ ഒരു 1 ഉണ്ടെന്ന് വിചാരിക്കുക. -3 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ ഏതാ വരിക? -2. -2 കഴിഞ്ഞാലോ? -1. -1 കഴിഞ്ഞാലോ? 0. ഗ്യാപ്പൊക്കെ സെയിം ആട്ടോ, നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ വന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സിന് പറ്റുന്ന വാല്യൂസ് ആരൊക്കെയാണ്? -3 പറ്റൂല, ആരും പറ്റൂല, 1ഉം പറ്റൂല. ഈ -3യും പറ്റൂല, 1ഉം പറ്റൂല. അതിൻ്റെ ഇടയിലുള്ള -2 പറ്റും, -1 പറ്റും, ആരും പറ്റും? 0യും പറ്റും. അപ്പം എക്സ് എന്തായിരിക്കും? എക്സ് -2 ആവാം, -1 ആവാം, 0 ആവാം. 4 സബ് ക്വസ്റ്റ്യനിലും നമുക്ക് എക്സിന് പറ്റാവുന്ന ഇൻറ്റിജേഴ്സ് വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മിഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.